മുതിരപ്പുഴയിലെ മത്സ്യബന്ധന തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. മുതിരപ്പുഴ മത്സ്യബന്ധന തുറമുഖത്തിലെ ചാനലിൽ മണ്ണിടിഞ്ഞു കൂടി കുഴി അടഞ്ഞതിനെ തുടർന്ന് അവിടെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിന പ്രവർത്തനത്തിന് തടസ്സമുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സജി ചെറിയാൻ 16/4/2024 മുതലപ്പുഴി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ ലീഡേഴ്സിന്റെയും പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന്റെയും തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ ഭാരവാഹികളുടെയും തല MLA പി ശശി പങ്കെടുത്തുകൊണ്ടൊരു യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് ഇതിനൊരു പരിഹാരമാർഗം കാണുന്നതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് സംബന്ധിച്ചോളം വിശദമായി ചർച്ച ചെയ്തു. 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഈ മണ്ണ് ഇത്രയധികം കൂമ്പാരമായി കൊണ്ടുപോകുന്നത്. അപ്പൊ അതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്ത ശേഷം യോഗം വളരെ സൗഹാർദ്ദപരമായി പിരിഞ്ഞു പോവുകയും 12 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വെച്ചാൽ കുഴി അടഞ്ഞതിനെ തുടർന്ന് ഹാർബറിന്റെ കിഴക്കൻ പ്രദേശമായ വക്കം, ചിറയൻകീഴ്, കടയ്ക്കാവൂർ, അഞ്ചുതെങ്ങ്, അടൂർ, കടത്തംകുളം എന്നീ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതിനാലും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തടസ്സപ്പെടാതിരിക്കാനും വെള്ളപ്പൊക്കത്തിൽ നിന്നും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം ഉറപ്പാക്കേണ്ടതിനാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ കുഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു. ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടപ്പോൾ ആരും തന്നെ അതിന് എതിർക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. എല്ലാവരും സൗഹാർദ്ദപരമായി തന്നെ അംഗീകരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. പക്ഷേ ദൗർഭാഗ്യപരമായി പറയട്ടെ, ഇത് കുഴി മുറിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന അവസരത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നുകൊണ്ട് അതിനെ തടയാനാണ് ഉണ്ടായത്. ഗവൺമെന്റിന്റെ ഒരു നയം അനുസരിച്ച് ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 17-ാം തീയതി കുഴി മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് നടക്കാതെ വന്ന സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2 ദിവസവും മഴ ശക്തമായി പെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ നിന്ന് പോകുന്നത്. മഴ ശക്തമായി പെയ്തിരുന്നുവെങ്കിൽ ഈ 7-8 പഞ്ചായത്ത് കംപ്ലീറ്റ് വെള്ളത്തിൽ അടിയുമായിരുന്നു. അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉള്ള മത്സ്യകൃഷി പൂർണ്ണമായും നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇത് ബോധപൂർവം ഇത് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, ബോധപൂർവം ഒരു കലാപം ഉണ്ടാക്കുക, ഗവൺമെന്റ് അതിനെ തിരിച്ചുവിടുക ജനങ്ങളെ എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ തന്നെ അവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല നിലയിലുള്ള യോഗങ്ങൾ ചേരുകയാണ്. ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പാടില്ല, നിങ്ങൾ സഹകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിലൊരു നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള സാഹചര്യങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി. ഗവൺമെന്റ് അവിടുത്തെ തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും ചെറിയ വള്ളത്തിന്റെ ഉടമകൾക്കും സഹായകരമായ നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾക്കറിയാം, ഒരു സമയത്ത് നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു. ആ അപകടങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമുള്ള നല്ല നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് അത്തരം വാർത്തകളൊന്നും തന്നെ വരുന്നില്ല. ഇതിപ്പോ ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ 10-20 വർഷങ്ങൾക്ക് ശേഷം ഒരു 5 മുതൽ 7 ദിവസം കൊണ്ടാണ് ഇത്രയും മണ്ണ് വളരെ വേഗം അവിടെ അടിഞ്ഞുകൂടിയത്. അപ്പൊ അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുക എന്നുള്ളത് ആണ് ഏറ്റവും അനുകരണീയമായിട്ടുള്ള മാർഗം. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോ അവിടെ ഒരു ഡ്രഡ്ജറുണ്ട്, പിന്നെ ഒരു മറ്റേ JCB ഉണ്ട്, രണ്ട് JCBകൾ അവിടെ ഉണ്ട് ഇപ്പോ. അപ്പൊ അത് മണ്ണ് കുറേശ്ശെയായിട്ട് മാറ്റുന്നുണ്ട്.
പക്ഷേ ഈ വലിയ തോതിൽ മണ്ണ് വന്ന് അടിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തന്നെ കണ്ണൂരിലുള്ള 1 മണിക്കൂറിൽ ഏതാണ്ട് 410 ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റാൻ പറ്റുന്ന വലിയ ഒരു ഡ്രഡ്ജർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് മെല്ലെ കടൽ വഴി വരാൻ പറ്റുള്ളൂ. ആ ഒരു താമസമാണുള്ളത്. ഇപ്പോ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സജി ചെറിയാൻ മിനിസ്റ്ററുമായിട്ട് ആലോചിച്ച് ഇപ്പോ 2 JCB വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത് കൂടുതൽ JCB നമുക്ക് ആ വലിയ ഡ്രഡ്ജർ എത്തുന്നത് വരെ കൂടുതൽ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ മണ്ണ് ഇന്നലെയും മാറ്റി, ഇന്നും മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. അവിടെ ഉള്ളൊരു പ്രശ്നം ഇതിന് രാഷ്ട്രീയമായിട്ട് സമീപിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ഇതിനകത്ത് വല്ലാണ്ട് രാഷ്ട്രീയം പ്രചരിപ്പിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തും. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഉണ്ടായ പ്രശ്നങ്ങൾ ആരും മണ്ണ് വാരിക്കൊണ്ടൊന്നും അവിടെ ഇട്ടതല്ല, വളരെ പെട്ടെന്ന് വന്നൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ തരണം ചെയ്യുന്നതിന് ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുക. അതിന് തടസ്സമായിട്ട് ആരും നിൽക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അതിന് സഹകരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ സഹകരിച്ചാൽ നമുക്ക് എളുപ്പത്തിന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും അവരോട് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. 2020 മെയ് മാസം 20 ആ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ധാരണ. 18 മാസമാണ് എഗ്രിമെന്റിൽ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോർട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് ആക്കി മാറ്റുന്നതിന് വേണ്ടി കഴിയും. അപ്പൊ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ വർഷങ്ങളോളം പരിഹാരം കാണാതെ കിടന്ന മുതലക്കുഴി മത്സ്യബന്ധന കേന്ദ്രം അതൊരു തുറമുഖമായി മാറുകയും അവിടുത്തെ തൊഴിലാളികളും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതൊരു എല്ലാവരുടെയും പ്രശ്നമായി എടുത്തുകൊണ്ട് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഗവൺമെന്റുമായിട്ട് സഹകരിക്കുന്നതിന് പകരം അവിടെ കലാപം ഉണ്ടാക്കുവാനും അതിക്രമം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ചില കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഗുണകരമായില്ല. അവരെല്ലാം ഞങ്ങളോട് സഹകരിക്കണമെന്നുള്ള ഗവൺമെന്റിനോട് സഹകരിക്കണമെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാറുള്ളത്. 20 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസമാണ് നമുക്ക് ഈ മണ്ണ് കൂട്ടി കിട്ടുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സഹകരിച്ചാൽ ഒരു ദിവസം പോയി ഇന്നും പൊഴി മുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊഴിമുറിച്ച് സാധാരണഗതിയിൽ ഉള്ള ഡ്രഡ്ജിങ്ങിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ 2-3 ആഴ്ച കൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയും. പക്ഷേ പരിഹാരം കാണുന്നതിനപ്പുറം കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സമരക്കാർ എടുത്തിരിക്കുന്ന സമീപനം. അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഗവൺമെന്റായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആവശ്യങ്ങൾ അതിൽ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ മുതിരപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിൽ ഉണ്ടായ ചാനലിന്റെ മണ്ണിടിഞ്ഞ് കൂടി ഉണ്ടായ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് അവരെങ്ങനെ സഹായിക്കണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. അവരെ സഹായിക്കണം, മുഖ്യമന്ത്രി മറ്റാലോചിച്ചിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നുള്ളതിന് പതിനുണ്ട്. ആ ചർച്ചയിൽ പരിശോധിക്കേണ്ട വിഷയം അല്ലെങ്കിൽ പോലും മുമ്പ് ഈ മുതലപ്പൊടിയിൽ മരണമടഞ്ഞ ചിലർക്ക് കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി വന്നു. അപ്പോൾ തന്നെ കളക്ടറുടെ നിർദ്ദേശം കൊടുത്ത് ഞങ്ങൾ ഒരാഴ്ചക്കകം പരിശോധിച്ചിട്ട് അതിന്റെ പരിഹാരം കാണുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിന് കൂടുതൽ ഓപ്പറേറ്റർമാരുടെ സേവനം, അതുപോലെ തന്നെ ഒരു ഡ്രഡ്ജർ കൂടി അധികമായി മുതലപ്പൊടി കൊണ്ടുവരണം. മണ്ണ് വാരുന്നതിന് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന 4 എക്സ്കവേറ്റർ കൂടാതെ 2 ലോങ് ബൂം എക്സ്കവേറ്റർ കൂടി അധികമായി മുതലപ്പൊഴി എത്തിക്കണം. ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോ നമ്മുടെ മുതലപ്പൊഴിയിലെ മത്സ്യബന്ധന തുറമുഖമാക്കുന്നതിന് വേണ്ടി അപകടരഹിതമായിട്ടുള്ള ഒരു തുറമുഖമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനം പൂനെയിലെ ഒരു സ്ഥാപനത്തെ ചുമതലപ്പെടുത്തി. പിന്നെ അത് പുലിമുട്ടിന്റെ നീളം 4 കിലോമീറ്റർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് 177.1 കോടി രൂപയുടെ വിശദമായ
ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും? ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.